കുതിപ്പ് തുടരുകയാണ് സ്വർണ്ണവില. പവന് ഇന്ന് വർദ്ധിച്ചത് 160 രൂപ. അതോടുകൂടി ഒരു പവന് 81,040 രൂപയായി. വിവരങ്ങളുമായി ഇപ്പോൾ രേണുക ന്യൂസ് ഡെസ്കിൽ നിന്നും ചേരുകയാണ്. രേണുക, ഈ പൊന്നിൻ്റെ വില ഇങ്ങനെ കുതിച്ചുയരുകയാണ്. എന്തൊക്കെയാണ് ഈ അന്താരാഷ്ട്ര തലത്തിലുള്ള സമ്മർദ്ദം ഇത് ഉയർത്തുന്നത് അടക്കമുള്ള സമഗ്ര വിവരങ്ങളിലേക്ക് പോയാൽ? തീർച്ചയായിട്ടും അജിംഷാദ്, പൊന്നിൻ്റെ വില അല്ലെങ്കിൽ സ്വർണത്തിൻ്റെ വില സർവകാല റെക്കോർഡിലേക്കാണ്. എന്നും നമ്മൾ സർവകാല റെക്കോർഡിലാണ് സ്വർണത്തിൻ്റെ വില എന്ന് പറയുന്ന സ്ഥിതിയിലേക്ക് സംസ്ഥാനത്തെ സ്വർണ്ണവില ഇന്നും ഉയർന്നിരിക്കുകയാണ്. ഇന്ന് സംസ്ഥാനത്ത് ഒരു പവൻ സ്വർണം വേണമെങ്കിൽ 81,040 രൂപ കൊടുക്കേണ്ട സാഹചര്യമാണ്. ഇന്ന് 160 രൂപ വില വർധനവാണ് സ്വർണത്തിന് സംസ്ഥാനത്ത് ഉണ്ടായിട്ടുള്ളത്. നിരവധി ഘടകങ്ങളാണ് സംസ്ഥാനത്തെ സ്വർണ്ണവിലയെ നിയന്ത്രിക്കുന്നതെന്ന് പറയുന്നത്. ഒരുപക്ഷെ നമ്മളെന്നും സൂചിപ്പിക്കുന്നത് പോലെ ലോകരാഷ്ട്രത്തിൽ അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള സാമ്പത്തികമായിട്ടുള്ള അസ്ഥിരത ഈ സ്വർണ്ണവിലയെ നിയന്ത്രിക്കുന്നുണ്ട്. നമുക്കറിയാം, അമേരിക്കയുടെ അടക്കമുള്ള പ്രതികാര ചുങ്ക നടപടികൾ സ്വർണ്ണവിലയെ നിയന്ത്രിക്കുന്നുണ്ട്. 50% തീരുവ, ഇറക്കുമതി തീരുവ ഇന്ത്യക്ക് ഏർപ്പെടുത്തുന്ന സമയത്ത് വൻകിട നിക്ഷേപകർ ഒരു സ്വതന്ത്ര അല്ലെങ്കിൽ ഒരു നിക്ഷേപം എന്നുള്ള നിലയിൽ, സുരക്ഷിതമായ നിക്ഷേപം എന്നുള്ള നിലയിൽ സ്വർണത്തിലേക്ക് കടക്കുകയാണ്. ഇത് സ്വർണത്തിൻ്റെ ആവശ്യകതയും വർദ്ധിപ്പിക്കുന്നു. ഇത് സ്വർണത്തിൻ്റെ വിലയും വർദ്ധിപ്പിക്കുന്നു. മറ്റൊരു ഘടകമെന്ന് പറയുന്നത് രൂപയുടെ മൂല്യത്തിൽ വരുന്ന വലിയ ഇടിവാണ്. നമുക്കറിയാം, രൂപയുടെ മൂല്യം കുറയുമ്പോൾ ഡോളറിനെ അപേക്ഷിച്ച് സ്വർണം വാങ്ങാനുള്ള ചിലവ് കൂടുന്നു. ഇത് സ്വർണത്തിൻ്റെ വില വർദ്ധിപ്പിക്കാൻ കാരണമാവുകയാണ്. രൂപയുടെ മൂല്യം ഇടിയുന്നതിൻ്റെ മറ്റൊരു കാരണമെന്ന് പറയുന്നത് രാജ്യമെമ്പാടും അല്ലെങ്കിൽ ലോകമെമ്പാടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന യുദ്ധമടക്കമുള്ള അപകടമായിട്ടുള്ള രാഷ്ട്രീയ ഭൗമ സാഹചര്യങ്ങളാണ്. ഈ സാഹചര്യങ്ങളും സ്വർണ്ണവില കുതിച്ചുയരുന്നതിന് തീർച്ചയായിട്ടും സമഗ്രമായ വിവരങ്ങളാണ് രേണുക നൽകിയത്. എന്തായാലും 81,040 രൂപയാണ് സ്വർണ്ണവില സംസ്ഥാനത്തുള്ളത്. സ്വർണ്ണവില അങ്ങനെ കുതിച്ചുയരുകയാണ്. ഇതിൻ്റെ വിവരങ്ങളാണ് രേണുക നൽകിയത്.